നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. പുത്തരിക്കണ്ട മൈതാനിയിൽ ഇന്നലെ നടന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ ഒരു വിവാദം ഉടലെടുത്തിരിക്കുകയാണ്. അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ മേയർ തിരഞ്ഞെടുപ്പിൽ ആർ ശ്രീലേഖയുടെ പേര് തുടക്കം മുതൽ ഉയർന്നു കേട്ടു. ഒടുവിൽ മേയറായത് വി രാജേഷ്. അതിൽ ശ്രീലേഖയ്ക്ക് അതൃപ്തിയുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ, പൊട്ടിത്തെറിയുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ ഉയർന്നതാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം വേദിയിൽ സംഭവിച്ച മറ്റൊരു വാർത്ത കൂടി ഏറ്റവും ശ്രദ്ധേയമായി മാറുകയാണ്. ഈ വേദിയിൽ പ്രധാനമന്ത്രി എല്ലാ BJP നേതാക്കന്മാരും സംസാരിക്കുന്നു, അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു, അദ്ദേഹത്തിന് കൈ നൽകുന്നു, എല്ലാവരും അദ്ദേഹത്തിന് അടുക്കലേക്ക് ഓടിയെത്തി. പക്ഷേ ആർ ശ്രീലേഖ മാത്രം അദ്ദേഹത്തിന് അടുക്കലേക്ക് പോകുകയോ അദ്ദേഹത്തിന് കൈ കൊടുക്കുകയോ ചെയ്യാതെ മാറി നിൽക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഇപ്പോൾ അത് വലിയ രീതിയിലുള്ള ഇടത് സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലടക്കം വലിയ രീതിയിൽ വിമർശിക്കുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തു. ആർ ശ്രീലേഖ അതൃപ്തി അവിടെയും രേഖപ്പെടുത്തി എന്നതടക്കമുള്ള വിശദീകരണമൊക്കെ ഇടത് അനുകൂലികൾ, അതായത് കോൺഗ്രസ്, അതുപോലെ തന്നെ ഇടതുപക്ഷക്കാർ അടക്കമുള്ളവർ അത്തരത്തിലൊരു വിമർശനമൊക്കെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. എന്നാൽ എന്തുകൊണ്ട് താൻ അടുത്തേക്ക് പോയില്ല എന്നതിനൊരു വിശദീകരണവുമായി ഇപ്പോൾ നഗരസഭാ കൗൺസിലർ ആർ ശ്രീലേഖ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് പ്രധാനമന്ത്രി മോദിക്കടുത്തേക്ക് ആ വേദിയിൽ ഉണ്ടായിരുന്നിട്ടും പോയില്ല? അതിന് ആർ ശ്രീലേഖ നൽകുന്ന വിശദീകരണം, താൻ എപ്പോഴും BJPക്ക് ഒപ്പമാണെന്ന് വ്യക്തമാക്കിയ അവർ പോലീസ് ഉദ്യോഗസ്ഥയായി VVIP ഡ്യൂട്ടികളിൽ പാലിക്കേണ്ട അച്ചടക്കം മാത്രമാണ് താൻ പാലിച്ചതെന്നും പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു ആർ ശ്രീലേഖയുടെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ വേദിയിൽ തനിക്ക് ഇരിപ്പിടം കിട്ടിയത് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ടാണ്. എനിക്ക് രാഷ്ട്രീയം പുതിയതാണ്. 33 വർഷം ചെയ്തതും പരിചയിച്ചത് പോലീസ് ഉദ്യോഗസ്ഥയായാണ്. വളരെയധികം VVIP ഡ്യൂട്ടി ചെയ്ത തനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ തനിക്ക് കിട്ടിയ സ്ഥാനത്ത് തന്നെ ഇരിക്കുക എന്നതാണ് താൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നത്. അടുത്തേക്ക് ക്ഷണിച്ചാൽ അല്ലാതെ പോകരുതെന്ന പരിശീലനം തനിക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാം താൻ എൻ്റെ സ്ഥാനത്ത് മാത്രം ഇരുന്നത്. VVIP എൻട്രൻസ് വഴി വന്ന അദ്ദേഹം അതുവഴി തിരികെ പോകുമ്പോൾ താൻ ആ വഴി പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയാണ് താൻ അവിടെ തന്നെ നിന്നത്. ആരും വെറുതെ തെറ്റിദ്ധരിക്കേണ്ട, താൻ എപ്പോഴും BJPക്കൊപ്പം എന്നാണ് ശ്രീലേഖ വീഡിയോയിലൂടെ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അരികിലേക്ക് പോകാതിരുന്നത് അദ്ദേഹത്തോടുള്ള പരിഭവം കാരണമാണെന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ വ്യക്തമാക്കുന്നത്. തന്റെ അച്ചടക്കത്തെയും പെരുമാറ്റത്തെയും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടു. പ്രത്യേകമായി ക്ഷണിക്കപ്പെടാതെ ഔദ്യോഗിക വേദിയിൽ മറ്റൊരാളുടെ അടുത്തേക്ക് പോകരുതെന്ന പരിശീലനം തനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് സ്വന്തം ഇരിപ്പിടത്തിൽ തന്നെ തുടർന്നത്. പ്രധാനമന്ത്രിയോട് യാതൊരുവിധ പരിഭവവുമില്ല. രാഷ്ട്രീയപരമായ വിദ്വേഷമോ അതൃപ്തിയോ കാരണമാണ് മാറി നിന്നെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ പൂർണ്ണമായും വാസ്തവവിരുദ്ധമാണെന്നും ശ്രീലേഖ വ്യക്തമാക്കി. കോർപ്പറേഷൻ മേയറാക്കാത്തതിലെ പരിഭവം പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിലും പ്രകടമാക്കി എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ ഉയർന്നത്. മേയർ VV രാജേഷും K സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കൾ മോദിയെ യാത്രയാക്കുന്ന ഘട്ടത്തിൽ ശ്രീലേഖ ആ പരിസരത്തേക്ക് പോലും പോകാതെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതായത് ഒരു വേദിയുടെ ഇങ്ങറ്റം മാറി നിൽക്കുന്ന ശ്രീലേഖ, അങ്ങറ്റം പ്രധാനമന്ത്രിയെ യാത്ര അയക്കുന്ന BJP നേതാക്കൾ. ഈ ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പക്ഷേ അതിനുള്ളൊരു വിശദീകരണമാണ് ഇപ്പോൾ ആ ശ്രീലേഖ നൽകിയിരിക്കുന്നത്. ശ്രീലേഖ വലിയ രീതിയിലുള്ള അകലം പാലിച്ച് നിൽക്കുകയായിരുന്നു. മോദിയെ യാത്ര അയക്കാനായി മറ്റു നേതാക്കളെല്ലാം കൂടി നിൽക്കുമ്പോഴും സ്വന്തം ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റ് മാറി നിൽക്കുകയായിരുന്നു ശ്രീലേഖ. എന്തായാലും അതിനൊരു വിശദീകരണം അവർ നൽകിയിരിക്കുകയാണ്. വിശദീകരണം തൃപ്തികരമാണോ എന്നത് വിമർശനങ്ങൾക്ക് ശേഷം മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇത്തരത്തിലുള്ളൊരു വിമർശനമാണ് അവർ നൽകിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി. അതിന്റെ ഒരു ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പുതിയ ചക്രവാളത്തിലേക്ക് നമ്മുടെ ഈ ഭാർഗവ കേരളത്തെ നയിക്കാൻ നമുക്ക് കഴിയേണ്ടതല്ലേ എന്നതാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ വീടുകളിൽ 70 വയസ്സ് തികഞ്ഞ വാർദ്ധക്യത്തിലേക്ക് കടന്ന് അവശത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ വീടുകളാണ് ഇന്ന് കേരളത്തിലെമ്പാടും കാണുന്നത്. വികസിത കേരളമാണത്രേ. കേരളം വികസിച്ചു എന്നാണ് പറയുന്നത്. വികസിച്ച കേരളത്തിൽ ഈ തരത്തിലൊക്കെ നമ്മുടെ കേരളത്തെ വറുതിയിലേക്ക്, ദുരിതത്തിലേക്ക് തള്ളി 5 വർഷത്തിൽ ഒരിക്കൽ മാറുന്നു എന്നുള്ള സ്ഥിതി ഉണ്ടായില്ല. അതൊഴിച്ചു നിർത്തിയാൽ പിണറായി വിജയന്റെ LDF സർക്കാരും കോൺഗ്രസിന്റെ UDF സർക്കാരും തമ്മിൽ എന്തെങ്കിലും
സർക്കാർ എല്ലാ പ്രതീക്ഷകളും നഷ്ടമായി. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ കേരളം മാത്രം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. യാതൊരു പ്രതീക്ഷയുമില്ലാതെ, വികസന കാഴ്ചപ്പാടില്ലാതെ, ശരിയായ ഒരു നേതൃത്വമില്ലാതെ കേരളം ഇരുട്ടിൽ തപ്പുകയാണെന്ന് പറഞ്ഞാൽ അതിലൊട്ടും തന്നെ അതിശയോക്തിയുണ്ടാവില്ല. അഴിമതി, ഭരണസ്തംഭനം, വികസന പ്രതിസന്ധി, കാർഷിക വ്യാവസായിക മേഖലകളിലെ ദയനീയമായ തകർച്ച,